guys, Madhav sir is here. എടാ ഓണം എക്സാമിന് ക്ലാസ് 4-ൽ നിന്ന് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. സോ പ്രഡിക്ഷൻ വീഡിയോസ് ആയിട്ടാണ് ഇത് വരുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഉറപ്പായി നിങ്ങളോട് വരുന്നതാണ് ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യന് മക്കൾ എന്ത് ശ്രദ്ധിക്കണം? കൃത്യമായി ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സോങ് ആണ് തരുന്നതെങ്കിൽ ആ ഒരു സോങ് കൃത്യമായി വായിച്ചു നോക്കാം. റെഡി? അപ്പോൾ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നതിന് മുന്നോടിയായിട്ട് സാറിന് പറയാനുള്ളതാണ്, ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത ഒരുപാട് മക്കൾസ് ഉണ്ട് അല്ലേ? വേഗം പോയി ജോയിൻ ചെയ്ത് വെച്ചോട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതോടൊപ്പം തന്നെ PYQകൾ, നോട്ടുകൾ, പ്രഡിക്ഷൻ വീഡിയോസിൻ്റെ ലിങ്കുകൾ, കാര്യങ്ങളൊക്കെ മക്കൾസിന് എവിടെ പ്രൊവൈഡഡ് ആണ്? നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പ്രൊവൈഡഡ് ആണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇപ്പം തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫർ പ്രൈസിൽ 2299 ഇന്നൊരു ഓഫർ പ്രൈസിൽ, ഓണം ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് LSSൻ്റെ ബാച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് 4ൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് 2299 ഇന്ന ഒരു പ്രൈസിലൂടെ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് LSSൻ്റെ സ്പെഷ്യൽ ഓഫറും ലഭിക്കുന്നതാണ്. സോ മക്കളെ എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യുക. December 31 കൂടി നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യോടാ. Then we will start the revisions. Okay, so we can move on to the first question, that the comprehensive first one. നോക്കാം, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Read the following story and answer the question given below. Okay, Mia's parents surprised her with a new camera on her birthday. Mia's eyes sparkled as she held the camera. She was eager to take her first shot. She walked around her backyard and took the photos of the flowers, birds, and the trees. As the sun began to set, she captured the stunning sunset also. It was perfect shot. This is very nice, said mother. Mia's parents were impressed by her talent in photography and encouraged her. Keep praising photography, you will become a fine photographer, her father said. After that, Mia became more confident in photography. She captured the beauty of the world. എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വായിച്ചു നോക്കുക, കൃത്യമായി വായിച്ചു നോക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് എന്താ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഡിഡ് മിയാസ് ഗെറ്റ് ഫ്രം ഹെർ ബർത്ത്ഡേ? അവളുടെ ബർത്ത്ഡേക്ക് ആയിട്ട് എന്താണ് അവൾക്ക് ലഭിക്കുന്നത്? യെസ്, വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ പാരഗ്രാഫ്. എന്താണ് അവൾക്ക് ലഭിക്കുന്നത്? ഷീ ഗെറ്റ് ആൻ ക്യാമറ. അല്ലേടാ. സോ മിയ ഗോട്ട് എ ന്യൂ ക്യാമറ ഫോർ ഹെർ ബർത്ത്ഡേ. അപ്പോൾ കൃത്യമായി മക്കൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അതോടൊപ്പം തന്നെ കൃത്യമായ പാരഗ്രാഫ് 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം കൃത്യമായി വായിക്കുക, സെക്കൻഡ് ടൈം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. ദെൻ യു ക്യാൻ ആൻസർ സിംപ്ലി. Mia took photos of, എന്തിൻ്റെ ഫോട്ടോസ് അവൾ എടുത്തത്? ഓപ്ഷൻ എ ബാക്ക്യാർഡ്, ഓപ്ഷൻ ബി ആനിമൽസ്, ഓപ്ഷൻ സി ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ് ആൻഡ് ദ ട്രീസ്, ദെൻ തേർഡ് വൺ ഹിൽസ്. ഏതാ റൈറ്റ് ആൻസർ? ബാക്ക്യാർഡ് ആണോ? നോ. അനിമൽസ് ആണോ? നോ. ദെൻ ഈസ് ഇറ്റ് ഹിൽസ്? നോ. ഏതാണടാ ആൻസർ? യെസ്, വി നോ, ദ ഫ്ലവേഴ്സ്, ബേർഡ് ആൻഡ് ദ ട്രീസ്. അപ്പോൾ ഏതാണ് ആൻസർ ആയി വരുന്നത്? ഫ്ലവേഴ്സ്, ബേർഡ് ആൻഡ് trees. സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. then the next question, find a similar word for wondered from the story. wondered എന്നതിനെ സിമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് നിങ്ങളോട് കണ്ടെത്താനായി പറയുന്നത്. ഓക്കെ, വണ്ടേർഡ് എന്ന രീതിയിൽ സിമിലർ ആയി വരുന്ന വേർഡാണ് നിങ്ങളോട് കണ്ടെത്താൻ പറയുന്നത്. ഏത് വേർഡാണ് നമ്മൾ കണ്ടെത്തിയത്? ഏത് വേർഡ് നമുക്ക് പറയാം വണ്ടേർഡ് എന്നതിന് സിമിലർ ആയിട്ടുള്ള വേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാരഗ്രാഫിൽ? യെസ്, സർപ്രൈസ്ഡ് ഓർ ഇംപ്രസ്ഡ്. ഏതൊക്കെ വേർഡുകളാണ്? സർപ്രൈസ്ഡ് ഓർ ഇംപ്രസ് എന്നീ വേർഡുകളാണ്. റെഡി. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് വെരി നൈസ്, മിയാസ് മദർ സെയ്ഡ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ ഓഫ്. എന്തിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടാ പറയുന്നത്? ക്യാമറയുടെ ആണോ? നോ. ഫ്ലവേഴ്സിൻ്റെ ആണോ? നോ. ട്രീയുടെ ആണോ? അല്ല. എന്തിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടാണ്? യെസ്, സൺസെറ്റിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടാണ് പറയുന്നത് അല്ലേ? ക്യാപ്ചേർഡ് സ്റ്റണ്ണിങ് സൺസെറ്റിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടാണ് മദർ അങ്ങനെ പറയുന്നത്. റെഡി ആണല്ലോ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോ? എങ്ങനെയാണ് മിയയുടെ പാരൻസ് അവളുടെ ഫോട്ടോവിനെ റിയാക്ട് ചെയ്തത്? സെയ്ഡ് നത്തിങ്, ഒന്നും പറഞ്ഞിട്ടില്ല ആണോ?
സ്കോൾഡഡ് ചീത്ത പറയുന്നു ആണോ, എൻകറേജ് ചെയ്യുന്നു, ദെൻ ഡിസ്കറേജ് ചെയ്യുന്നു. ഏതാണ് ശരി ഉത്തരം? said nothing അല്ല, സ്കോൾഡഡ് അല്ല, ദെൻ ഡിസ്കറേജ്ഡ് അല്ല. ഇറ്റ്സ് ദ ആൻസർ എൻകറേജ് അല്ലേ. അവളെ എൻകറേജ് ചെയ്യാണ് പാരൻസ്. ഒബ്വിയസ്ലി എൻകറേജ്ഡ്. ദെൻ മക്കൾക്ക് അടുത്തതായി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏത്? ഒരു സ്റ്റോറി, പിക്ചർ സ്റ്റോറി നിങ്ങളോട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് മക്കൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ഒരു പിക്ചർ തന്നിരിക്കുന്ന പിക്ചർ ഏതാണോ, പിക്ചർ സ്റ്റോറി കാർഡ് തയ്യാറാക്കാനായിട്ട് മക്കൾക്ക് തന്നിരിക്കുന്ന പിക്ചർ എന്താണോ അത് കൃത്യമായി ഒബ്സർവ് ചെയ്യുക. ദെൻ യു ക്യാൻ തിങ്ക് മോർ അബൌട്ട് ദ എലമെൻസിൽ, ആ എലമെൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മക്കൾ നിരീക്ഷിക്കുക. ദെൻ യു ക്യാൻ ആൻസർ ദ സിംപിളി. ഓക്കെ, റെഡി? പിക്ചർ സ്റ്റോറി കഴിഞ്ഞു. ദെൻ യു ക്യാൻ എക്സ്പെക്ട് ദ കോൺവെർസേഷൻ. ഉറപ്പായും മക്കളെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. അത് ഏതിൽ നിന്ന്? ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എനിവേ, Lily cried because she was separated from her best friend Max. Max was also sad missing her friend Lily. So Max called her on her phone number, mobile phone. Write the conversation between Lily and Max. ലില്ലിയും മാക്സും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നിങ്ങളോട് ബിൽഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. എനിവേ, എന്താണ് തുടങ്ങുന്നത്? ഹേ ലിലി, ഇറ്റ്സ് മീ മാക്സ്. ദെൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം നമുക്ക്? ഹോ മാക്സ്, ഐ ആം സോ ഗ്ലാഡ് യു കോൾഡ് മീ. ഞാൻ വളരെ സന്തോഷവാനാണ് നീ എന്നെ കോൾ ചെയ്തല്ലോ. ഐ ഹാവ് ബീൻ ക്രൈയിങ് സിൻസ് വി ഗോട്ട് സെപ്പറേറ്റഡ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ക്രൈ ചെയ്യുകയായിരുന്നു. മാക്സ് എന്ത് പറയും? പ്ലീസ് ഡോണ്ട് ക്രൈ, നീ കരയല്ലേ. ലിലി, ഐ ആം വെരി സോറി ഓർ സാഡ് ആൻഡ് മിസ് യു സോ മച്ച്. ദെൻ ലിലി എങ്ങനെ പറയും? വെൻ വിൽ വി ഏബിൾ ടു മീറ്റ് അഗെയിൻ. നമ്മൾ ഇനി എന്നാ കാണുക? മാക്സ് എന്ത് പറയും? ഡോണ്ട് വറി, നീ ഒരിക്കലും പേടിക്കണ്ട. വി വിൽ മീറ്റ് വെരി സൂൺ, ടേക്ക് കെയർ അണ്ടിൽ ദെൻ. അന്ന് വരെ നീ കാത്തു നിൽക്കുക, അല്ലെങ്കിൽ വി വിൽ സീ സൂൺ, നമുക്ക് ഉടനെ തന്നെ കാണാമെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷൻ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കൾ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്ന രീതി കൃത്യമായി മനസ്സിലാക്കുക. ദെൻ പ്രോപ്പറായിട്ടുള്ള ടേമുകൾ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ ഉറപ്പായും പഠിച്ചു പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഡയറി എൻട്രി. നമുക്കറിയാം ദിൽനയുടെ ഡയറി എൻട്രി ഉറപ്പായും മക്കളെ നിങ്ങൾക്ക് ചോദിക്കും. The fireman checked Dilna's mother and gave her the first aid. Slowly she opened her eyes. That night, ആ ദിവസം രാത്രി, Dilna wrote her feelings in her diary to what would be she write in her diary. അവളുടെ ഡയറി എൻട്രിയിൽ അവൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവളുടെ ഡയറി എൻട്രിയിൽ എഴുതാൻ സാധിക്കും? യെസ്, ഡയറി എൻട്രി നിങ്ങൾ എഴുതുമ്പോൾ കൃത്യമായി നടുവിൽ എന്ത് കൊടുക്കണം? ഡയറി എന്ന് എഴുതുക. ദെൻ യു ഷുഡ് റൈറ്റ് അബൌട്ട് ദ ഡേറ്റ് ആൻഡ് ദ മന്ത് ആൻഡ് ദ ഇയർ. അത് കൃത്യമായി എഴുതണം. ദെൻ ഏത് ഡേ ആണെന്ന് കൂടി നിങ്ങൾ എഴുതാം. ഐ കാനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ അല്ലേ, ദിൽനയുടെ ആ ദിവസം അവൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല എന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇമ്പോർട്ടൻ്റ് ആണ് ദിൽനയുടെ അന്നേ ദിവസം രാത്രി ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അല്ലേ, മദറിനെ രക്ഷിച്ച ഫയർമാൻ വന്ന് രക്ഷിച്ച ആ ഒരു ദിവസം ഉണ്ടായ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡയറി എൻട്രി നിങ്ങളോട് ചോദിക്കുമേ ഷുവർ ആണ്. ആൻഡ് ഐ കാനോട്ട് ഫോർഗെറ്റ് ദിസ് ഡേ. It was the most frightening day of my life, but it ended with a miracle. My dear mother suddenly collapsed and became unconscious. I was completely terrified. I didn't know what to do. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. Thankfully, ഭാഗ്യവശാൽ, a brave fireman arrived just in time. കൃത്യസമയത്ത് ആര് വന്നു? യെസ്, ഫയർമാൻ വന്നു. They carefully checked my mother and gave her emergency first aid. കൃത്യസമയത്ത് വന്ന് അമ്മയ്ക്ക് എന്ത് നൽകി? എമർജൻസി ഫസ്റ്റ് എയ്ഡ് നൽകി അല്ലേ, നമുക്കറിയാം. Then my heart was pounding so fast. Slowly she opened her eyes. മെല്ലെ അമ്മ കണ്ണുകൾ തുറന്നു. I felt a huge wave of the relief was on me. I am incredibly grateful to those rescue workers who saved her life today. May God bless them. അല്ലേ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാമെടാ? യെസ്, ഡയറി എൻട്രി ഓഫ് ദിൽന എൻട്രി ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഡയറി എൻട്രി ഉറപ്പായി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.
then you should go through a notice also. ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നോട്ടീസിന് കൃത്യമായി എന്ത് ചെയ്യണം? നോട്ടീസ് എന്ന് മുകളിൽ തയ്യാറാക്കണം. then you should write a title. ഒരു ടൈറ്റിൽ വേണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തരും? ആവശ്യമായിട്ടുള്ള വെന്യൂ തരും, ഡേറ്റ് തരും, ടൈം തരും, ചീഫ് ഗസ്റ്റ് തരും, ഇനാഗുറേഷൻ ആരാണ് ചെയ്യുന്നത് തരും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മക്കൾ എന്ത് ചെയ്യുന്നത്? നോട്ടീസ് തയ്യാറാക്കേണ്ടത്. കൃത്യമായി അതിനൊരു ഹെഡിങ് വേണം. ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള ടേമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി യെസ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, വി എക്സ്ട്രീംലി പ്രൗഡ് ടു അനൗൺസ് ദിൽന അല്ലേ എന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഡീറ്റെയിൽസ് കൃത്യമായി എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് തന്നെ എഴുതുക. വെന്യൂ മാറരുത്, ഡേറ്റ്, ടൈം, ചീഫ് ഗസ്റ്റ്, ഇനാഗുറേഷൻ ആരാണോ അത് മാറരുത്. ദെൻ പ്ലീസ് അസംബിൾ ഓർ all are welcome എന്ന രീതിയിൽ നമുക്ക് എഴുതാം. all are welcome to the program. then you should write lastly the date and month. then the institution ഹെഡിൻ്റെ പേര് കൂടി മക്കൾ എഴുതാൻ മറക്കരുത്. സെറ്റാണല്ലോ? അപ്പോൾ നോട്ടീസും റെഡിയാണ്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ മക്കൾക്ക് എന്ത് നേടാൻ പറ്റും? ഒരു A+ മാർക്ക് അല്ലെങ്കിൽ A മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി സാറ് പറയാണ്, ഓണം എക്സാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾസ് എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. മാധവ് സാറ് പറയുന്നത് പോലെ മക്കൾ എല്ലാവരും ഒന്ന് എന്തുകൂടി യെസ് നമ്മുടെ 2299 ഇന്നൊരു ഓഫർ പ്രൈസിൽ നമ്മുടെ ക്ലാസ് 4ൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ അംഗമാവാൻ ഇപ്പോഴും അവസരമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ സീറ്റ് ഉറപ്പിക്കാം. സോ സീ യു ഇൻ നെക്സ്റ്റ് ലൈവ്, നെക്സ്റ്റ് സെഷൻസ്, നെക്സ്റ്റ് വീഡിയോസ്. മാധവ് സാർ സൈനിങ് ഓഫ്. ബൈ.